Hello guys, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില സവിശേഷതകളുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് പല കൺട്രീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിലെ പല ഐഡിയാസും നമ്മൾ മറ്റുള്ള കൺട്രീസിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അതിന് തന്നെ അതിൻ്റെതായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോണ്ടന്റും അതേപോലെ തന്നെ അതിൻ്റെ സ്പിരിറ്റും, അതായത് ഒരു ബേസിക് ഫിലോസഫിയും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, അതിലൊന്നാമത് വരുന്ന ഫീച്ചറാണ് ലെൻഡിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ലെൻഡിയസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുടേതെന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു പ്രിയാമ്പിളും 395 ആർട്ടിക്കിളും അതിനെ 22 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രിയാമ്പിൾ 12 ഷെഡ്യൂൾ, അതായത് 8ൽ നിന്നും 12 ആയി 470 ആർട്ടിക്കിളും 25 ഭാഗങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വൈ എലിഫന്റൈൻ സൈസ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ എലിഫന്റൈൻ സൈസ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാത്തിനെയും വളരെ ഇലാബറേറ്റീവ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓരോ നിയമത്തെയും. ഒന്ന്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മിക്സഡ് ബൗളാണ്. അതായത് പല പല കൾച്ചേഴ്സും, അതായത് പല പല റിലീജിയൻ, കൾച്ചേഴ്സ്, ആൾക്കാർ, കാസ്റ്റ്, ജോഗ്രഫിക്കൽ ടെറിട്ടറി, ഡൈവേഴ്സിറ്റി, ഇതൊക്കെ വാസ്റ്റ് ആണല്ലേ. അപ്പം ഇതിനെയൊക്കെ ഇത് എലിഫന്റൈൻ സൈസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ ഹിസ്റ്ററിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് വരെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്ന് പറയുന്നത് തന്നെ ഒരു ബൾക്കി ആയിരുന്നു. സോ അതിൽ നിന്ന് കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സെന്ററായിട്ടും സ്റ്റേറ്റുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി നമുക്കുള്ളത് ആകെ എന്താണ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഡൊമിനൻസ് ഓഫ് ലീഗൽ ലുമിനറീസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഓക്കെ, അതേപോലെ തന്നെ ഈ നമുക്കറിയാം, നമുക്ക് അസംബ്ലി, പാർലമെന്റ്, ഓക്കെ, ഇതൊക്കെ നമുക്ക്, അതുപോലെ സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതിനെല്ലാത്തിനും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ആസാം, മിസോറാം, നാഗാലാൻഡ് പോലെയുള്ള സ്റ്റേറ്റ്സിന് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അതിനും എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പ്രൊവിഷൻ ഡീറ്റെയിലി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടുതലായിട്ടും നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അത് റിലേറ്റഡും കുറേ പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ജനറലി ഇന്നതൊക്കെയാണ് നിയമങ്ങളെന്ന് പറയാതെ ഓരോന്നിനും ഇങ്ങനെയാണ്, അതേപോലെ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തു തന്നെയാണ് നമ്മുടെ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലെൻഡിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നും എലിഫന്റൈൻ സൈസ് ആണെന്നും പറയാം. സെക്കൻഡ് സാലിയന്റ് ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്, ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ ഫീച്ചറും പല പല കൺട്രീസിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ, ഭരണഘടനയുടെ ആ ഒരു സ്ട്രക്ചർ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫിലോസഫിക്കൽ പാർട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു തരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട്. ഓക്കെ, നമ്മുടെ ഫിലോസഫിക്കൽ പാർട്ട്, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഒരു സ്റ്റേറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇവ രണ്ടും എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, അമേരിക്കൻ അതേപോലെ തന്നെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി പൊളിറ്റിക്കൽ പാർട്ട് എടുക്കുകയാണെങ്കിലോ, നമ്മുടെ ക്യാബിനറ്റ് ഗവൺമെന്റും അതേപോലെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുള്ള റിലേഷൻ, ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, ഓരോന്നിൽ നിന്നും എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ നോക്കാം. അതായത് മുന്നേ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ പാർട്ട്, ഫിലോസഫിക്കൽ പാർട്ട്, അതേപോലെ പൊളിറ്റിക്കൽ പാർട്ട് ഈ അമേരിക്കൻ ഐറിഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാത്രമല്ല മറ്റ് കൺട്രീസിൽ നിന്നും നമ്മുടെ
ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലതിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് അതേപടി അല്ല നമ്മൾ ഫോളോ ചെയ്തേക്കുന്നത്. ഓരോന്നിനും ഓരോ മാറ്റങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അത് വ്യക്തമായിട്ട് നോക്കുമ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് കേൾക്കുക കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്ന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത് ഓരോന്നും നമ്മൾ പിന്നീട് ലേറ്റർ നമുക്ക് ഓരോ ഹെഡിൻ്റെ കീഴിൽ നോക്കും. ജസ്റ്റ് ഏതൊക്കെ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചു പോവുക. ഓക്കെ, നമ്മുടെ ഫെഡറൽ സ്കീം, അതായത് സെൻട്രും സ്റ്റേറ്റും പക്ഷേ എന്താണ് ഫെഡറൽ ആണ്. ഈ ഒരു പ്രൊവിഷൻ എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അതേപോലെ ഗവർണർ ഓഫ് ഓഫീസ് ഓഫ് ഗവർണർ, പിന്നെ നമ്മുടെ ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അതേപോലെ എമർജൻസി പ്രൊവിഷൻസ്, നമുക്കറിയാം നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി എന്നിങ്ങനെ ഉണ്ടല്ലേ, ഇതൊക്കെ. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഇതൊക്കെ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഫോം ചെയ്യുന്നത് പാർലമെന്റ്, അതായത് എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ എലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. പക്ഷേ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നും ഇന്ത്യൻ പാർലമെന്ററി ഗവൺമെന്റ് വ്യത്യാസമുണ്ട്, ചില സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ കൂടുതലായിട്ടും വ്യത്യാസമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഉടനെ തന്നെ മുന്നോട്ടുള്ള സ്ലൈഡുകളിൽ ഉണ്ടാവും. അതേപോലെ റൂൾ ഓഫ് ലോ, അത് നമ്മൾ ലേറ്റർ നോക്കുന്നതാണ്. അതേപോലെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ അമേരിക്ക പോലെയുള്ള കൺട്രീസിനൊക്കെ എന്താണ് ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പക്ഷേ അതായത് അവിടെ ഫെഡറൽ ഫീച്ചർ ആണ് ഫോളോ ചെയ്യുന്നത് അമേരിക്കയിലൊക്കെ. അപ്പോൾ സ്റ്റേറ്റിനൊരു സിറ്റിസൺഷിപ്പ്, അമേരിക്കയുടെ തന്നെ ഒരു സിറ്റിസൺഷിപ്പ്, അങ്ങനെ 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അതായത് നമുക്ക് ഇപ്പം നമ്മൾ കേരളത്തിലല്ലേ, അപ്പോൾ കേരളത്തിലെ സിറ്റിസൺ ആണെന്ന് തെളിയിക്കുന്നതിന് നമുക്ക് വേറെ ഒന്നുമില്ല, അങ്ങനെയില്ല. മൊത്തത്തിൽ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്? നമ്മൾ ഇന്ത്യൻ ആണെന്നാണ് പറയുന്നത്. സോ നമുക്കൊരു സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാബിനറ്റ് സിസ്റ്റം, പിന്നെ പെറോഗേറ്റീവ് റിറ്റ്സ് അറിയാലോ, ഹേബിയസ് കോർപ്പസ് അങ്ങനെ അതുപോലുള്ളതൊക്കെ, അത് നമ്മൾ ലേറ്റർ നോക്കും ഡീറ്റെയിൽ ആയിട്ട്. അതേപോലെ തന്നെ പാർലമെന്ററി പ്രിവിലേജസ്, പിന്നെ ബൈക്യാമറലിസം, ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്ത് US കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെയാണെന്ന് എടുത്തു വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാം, ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ ചെയ്യാം, അതിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ആ ഒരു പ്രൊവിഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതേപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഈ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നോക്കും. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രേ ഉള്ളൂ, അതായത് ഒരു നിയമം എന്ത് ചെയ്യുക, ഒരു നിയമം ഇപ്പം പാസ്സാക്കി, പാസ്സാക്കിയ നിയമം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചറിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മൗലിക അവകാശത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ വന്ന നിയമത്തെ വോയിഡ് ആക്കി കളയും, അതായത് ഇല്ലാതാക്കി കളയും. അതിനെയാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതേപോലെ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റിനെ എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതേപോലെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന രീതികൾ, അതേപോലെ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ്, ഈ ഇത്രയും കാര്യങ്ങളാണ് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റുകൾ, ഇന്ത്യയിൽ ഇപ്പോൾ പല സ്റ്റേറ്റുകളുണ്ട്, പക്ഷെ എന്തൊക്കെ ഇരുന്നാലും സ്ട്രോങ് എവിടെയാണ്? സെന്റർ തന്നെയാണ് സ്ട്രോങ്. സെന്ററിൽ നിന്നാണ് പവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പവർ വീതിച്ച് ഓരോ സ്റ്റേറ്റുകളിലേക്കും ഡിവൈഡ് ചെയ്ത് എത്തപ്പെട്ടിരിക്കുന്നത്. സോ എന്നാൽ അവിടെ സ്ട്രോങ് ആയിട്ട് എന്തുണ്ട്? ഈ ഒരു ഫെഡറേഷൻ ഉണ്ടെങ്കിലും ഈ സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലും അവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുത്തുന്നത് എന്താണ്? സെന്ററാണ്. അപ്പോൾ ഈ ഒരു രീതി കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതേപോലെ വെസ്റ്റിംഗ് ഓഫ് റെസിജ്വറി പവേഴ്സ് ഇൻ ദ സെന്റർ. നമുക്കറിയാം നമ്മുടെ കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് പോലെ പല ലിസ്റ്റുകളുണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. യൂണിയൻ ലിസ്റ്റ് ആണെങ്കിൽ അതിന് യൂണിയന് മാത്രം, സെന്ററിന് മാത്രമേ അവകാശമുള്ളൂ. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാലോ അതിലും എന്താണ്? സെന്ററിനാണ് കൂടുതലായിട്ട് അവകാശം. അപ്പം സ്റ്റേറ്റിന് എടുക്കാം, പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ആർക്കായിരിക്കും, ആരുടെ ഇതായിരിക്കും മുൻഗണന എടുക്കുന്നത്? പവർ കൂടുതൽ ആർക്കായിരിക്കും? സെന്ററിനായിരിക്കും. ഓക്കെ, ഇനി
അപ്പോയിൻമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ്, അതായത് ഓഫീസ് ഓഫ് ഗവർണർ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അതേപോലെ സ്റ്റേറ്റിൽ ഗവർണറിനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരുന്നത് നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതേപോലെ സുപ്രീം കോടതിക്ക് എന്തുണ്ട്? അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ലേറ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് സുപ്രീം കോടതിയുടെ ടോപ്പിക്കിൽ നോക്കും. ഇതൊക്കെ എടുത്തിരിക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. അവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. നമുക്കറിയാം എമർജൻസി സമയത്ത് പ്രത്യേകിച്ച് പ്രസിഡൻഷ്യൽ റൂളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയി വാദിക്കാനൊന്നും പറ്റില്ല. സോ അത് നോൺ ജസ്റ്റിസബിൾ ആവും ആ ഒരു സമയത്ത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു പ്രൊവിഷൻസ് ഒക്കെ എമർജൻസി എന്തിനു വേണ്ടിയിട്ടാണ്? ടു റീസ്റ്റോർ ദി പീസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടും. ഈ ഒരു പ്രൊവിഷൻ എടുത്തിരിക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്നാണ്. നെക്സ്റ്റ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഒരു സ്റ്റേറ്റ് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്നത്. അതേപോലെ രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ, അതേപോലെ തന്നെ പ്രസിഡന്റിനെ എങ്ങനെ എലക്ട് ചെയ്യണം എന്നുള്ളതും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും യൂണിയൻ ലിസ്റ്റ് എന്നും ഉണ്ട്. അതേപോലെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്നവ, അതിന് ബോത്ത് യൂണിയനും എടുക്കാം സ്റ്റേറ്റിനും തീരുമാനമെടുക്കാം. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്തായിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത്? യൂണിയൻ പറയുന്ന കാര്യമായിരിക്കും, അല്ലെ സെൻട്രൽ പറയുന്ന പ്രൊവിഷൻ ആയിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത്. ഈ ഒരു കൺകറന്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നീട് വരുന്നത് ഫ്രീഡം ഓഫ് ട്രേഡ്, കൊമേഴ്സ്, ഇന്റർകോഴ്സ്, ദെൻ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദ ടു ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. അതായത് ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ജോയിന്റ് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് അമെൻമെന്റിന്റെ സമയത്തൊക്കെ ജോയിന്റ് സിറ്റിംഗ് ഒക്കെ വിളിച്ചു കിട്ടും. ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തേക്കുന്നതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ. നമുക്കറിയാം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ എന്താണോ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസോ എന്തെങ്കിലും ഒരു കേസ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു വ്യക്തി ഒരാളെ എന്തെങ്കിലും ചെയ്തു, നിയമം വയലേറ്റ് ചെയ്തു, അപ്പം നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതങ്ങ് കൊടുക്കും. അതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതേ സമയത്ത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ എന്ത് ചെയ്യുന്നില്ല? ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് നോക്കിയിട്ട് ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപടി ഫോളോ ചെയ്യും. ഓക്കെ, അതാണ് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ USSRൽ നിന്ന് എടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതായത് ഒരു സിറ്റിസൺസിന് അങ്ങോട്ടും നേഷനോടും സ്വന്തം രാജ്യത്തോടും കുറെ കടപ്പാടുകൾ ഉണ്ടല്ലേ, ആ ഒരു പ്രൊവിഷൻ എടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നിന്നാണ്. അതേപോലെ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഏതൊക്കെ രീതിയിൽ? സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി. നമ്മുടെ പ്രിയാമ്പിൾ വരുമ്പം അതിൽ പഠിക്കും. പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രൊവിഷൻ എടുത്തിരിക്കുന്നത് സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയോളജിയിൽ നിന്നാണ്. അതേപോലെ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാം ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അവരുടെ മെയിൻ ഐഡിയൽസ് എന്താണ്? ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇതാണ് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതേപോലെ റിപ്പബ്ലിക്. ഇനി സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അമെൻഡ് ചെയ്യണം ആ ഒരു രീതിയും അതേപോലെ രാജ്യസഭയിൽ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്ന രീതിയും എടുത്തിരിക്കുന്നത്. ഇനി രാജ്യസഭയിൽ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതുപോലെ പ്രസിഡന്റിന്റെ ഇലക്ഷന്റെ കാര്യം വരുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. പക്ഷെ പ്രസിഡന്റിന്റെ റിമൂവലിന്റെ കാര്യം വരുന്നത് US കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചില അതായത് കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് നോക്കി വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റ് ആണ്, നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് എളുപ്പവുമാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് റിജിഡിറ്റി ആണോ അതൊരു സ്ട്രിക്റ്റ് ആണോ? കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അതോ ഭയങ്കര ഫ്ലെക്സി ആയിട്ട് ഈസി ആയിട്ട് പോയി നിയമം മാറ്റാൻ പറ്റുമോ?
ആ ഒരു ഇതാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബോത്ത് ആണ്. അതായത് റിജിഡും ആണ് അതേപോലെ ഫ്ലെക്സിബിളും ആണ്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻ അമെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പെഷ്യൽ പ്രൊസീജിയർ വേണം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പോലെ. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഓർഡിനറി ലോ എങ്ങനെയാണോ പാസ്സാക്കുന്നത് വിത്ത് സിമ്പിൾ മെജോറിറ്റി, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലെ, അതുപോലെ നമുക്ക് നിയമത്തെ മാറ്റം വരുത്താൻ സാധിക്കും. ഇതാണ് ഫ്ലെക്സിബിളും റിജിഡും. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് രണ്ട് രീതിയിലും ഉണ്ട്. അതായത് സ്പെഷ്യൽ പ്രൊസീജിയർ വഴി അമെൻഡ് ചെയ്യാം, സിമ്പിൾ മെജോറിറ്റി വഴിയും അമെൻഡ് ചെയ്യാം. അതായത് ആർട്ടിക്കിൾ 368 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല, രണ്ടുമല്ല, രണ്ടിൻ്റെയും സിന്തസിസ് ആണ്, ഒരു മിക്സഡ് ഫോം ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനർത്ഥം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ട് രീതിയിലും ഉണ്ട്. ആർട്ടിക്കിൾ 368 രണ്ട് തരത്തിലുള്ള അമെൻമെൻ്റ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? 2/3 ഓഫ് മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ്, രണ്ട് ഹൗസിലെ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആൻഡ് എ മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഈക്വൽ ഹൗസ്. 2/3 ഓഫ് മെജോറിറ്റി ആൻഡ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് വേണം. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സം അതർ പ്രൊവിഷൻസ്, ചില പ്രൊവിഷൻസ് നമുക്ക് എങ്ങനെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി തന്നെ അമെൻഡ് ചെയ്യണം. അതിലെന്ത് വേണം? ഹാഫ് ഓഫ് ദ സ്റ്റേറ്റും അതിനെ റാറ്റിഫൈ ചെയ്യണം, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒപ്പുവയ്ക്കണം. എന്നിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ചില പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊവിഷൻസ് സ്പെഷ്യൽ മെജോറിറ്റി, അതായത് 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, അതുവഴിയും നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് വിത്ത് ദ റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്റ്റേറ്റ്. ടോട്ടൽ സ്റ്റേറ്റിന്റെ ഹാഫ് മെമ്പേഴ്സ് റാറ്റിഫൈ ചെയ്ത് അങ്ങനെയും നമുക്ക് പ്രൊവിഷൻ ഉണ്ട് അമെൻഡ് ചെയ്യാൻ. ഈ വേറൊരു പ്രൊവിഷനും കൂടെ വരുന്നുണ്ട്, സിമ്പിൾ മെജോറിറ്റി. പക്ഷേ ഈ സിമ്പിൾ മെജോറിറ്റി വരുന്നത് ആർട്ടിക്കിൾ 368 കീഴിലല്ല. ആർട്ടിക്കിൾ 368 കീഴിൽ സ്പെഷ്യൽ മെജോറിറ്റി മാത്രമേ വരുന്നുള്ളൂ. സിമ്പിൾ മെജോറിറ്റി വരുന്നത് ആർട്ടിക്കിൾ 368 കീഴിൽ അല്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, മാറിപ്പോരുത്. സിമ്പിൾ മെജോറിറ്റി ആർട്ടിക്കിൾ 368 കീഴിലല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചില പ്രൊവിഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് ബൈ എ സിമ്പിൾ മാനർ. അതായത് ഒരു ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൽ എങ്ങനെയാണോ നിയമം പാസ്സാക്കുന്നത് അതേപോലെ സിമ്പിൾ പ്രൊവിഷൻസ് വെച്ച് സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ മാനറിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ കാര്യം ആർട്ടിക്കിൾ 368 പറയുന്നില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നാലാമത്തെ ഫീച്ചറാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന എന്താണ്? ഫെഡറൽ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഉണ്ട്, പലതരത്തിൽ നമ്മുടെ രാജ്യത്തെ പല സ്റ്റേറ്റുകളായിട്ടും യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷേ എന്തുണ്ട്? യൂണിറ്ററി ഫോമുമാണ്. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ പവർ അവിടെ മെയിനായിട്ട് പല സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിലും ഉണ്ട്. അതാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനർത്ഥം ടു ഗവൺമെൻറ്, അതിൻ്റെ ഫീച്ചറാണ് ടു ഗവൺമെൻറ്. ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അതേപോലെ പവേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ? മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് സെൻട്രലിന് തീരുമാനമെടുക്കാൻ പറ്റും. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് സ്റ്റേറ്റിനും പറ്റും. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും പറ്റും. പക്ഷേ കൺകറന്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ സെൻട്രലിന്റെ തീരുമാനമായിരിക്കും അവിടെ പ്രിവെയിൽ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഫെഡറൽ സിസ്റ്റമാണ്. അപ്പം ഫെഡറൽ സിസ്റ്റത്തിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇതൊരു ഫെഡറൽ ഫോം ആണെന്ന് പറയുന്നത് അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഫെഡറൽ എന്ന് പറയുന്നത്? ഇത് ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഫെഡറൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് യൂണിറ്ററി, അല്ലെങ്കിൽ ഇത് ഏതൊക്കെയാണ് നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫെഡറലിന് എക്സാമ്പിളാണ് രണ്ട് ഗവൺമെൻറ് ഉണ്ട്, പവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സിൻ്റെ ലിമിറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു ഫെഡറൽ ഫീച്ചറാണ്. നെക്സ്റ്റ് വരുന്നത് സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഏറ്റവും അധികാരം എന്തിനാണ്? കോൺസ്റ്റിറ്റ്യൂഷന് തന്നെയാണ്. അതേപോലെ
ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തേലും ഒരു ലോ ഏതൊരു ലോയും പാസ്സാക്കുമ്പം ആ ലോ ഇപ്പോൾ സ്റ്റേറ്റ് നിയമം പാസ്സാക്കുമ്പോഴും അത് എന്തിനായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാത്ത രീതിയിലാക്കണം. അങ്ങനെ എന്തെങ്കിലും പാസ്സാക്കിയ എന്ത് പറ്റും, ജുഡീഷ്യറിക്ക് ആ ഒരു ലോയെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, അതേപോലെ റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു റിജിഡിറ്റി ഉണ്ട്. അതായത് എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാ അധികാരവും സെൻട്രലിനാണെങ്കിലും ചില കാര്യങ്ങൾ അമെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് നമ്മൾ ആർട്ടിക്കിൾ 368 മറ്റൊരു അമെൻമെന്റിൽ പറഞ്ഞത് റാറ്റിഫിക്കേഷൻ ബൈ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫെഡറൽ ബാലൻസിനെ, കാരണം സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റിന് ഒരു അധികാരവും ഇല്ലാതെ അവിടെ ആക്കുന്നില്ല അല്ലേ. അപ്പം സ്റ്റേറ്റിനെയും കൂടെ കൂട്ടി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു റിജിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അതും ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്. നെക്സ്റ്റ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. നമുക്കറിയാം സുപ്രീം കോർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ. അതേപോലെ തന്നെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് വരുമ്പോഴത്തേക്ക് സ്വയമേ ഒരു ബയാസ്നെസ് ഇല്ലാതെ ജുഡീഷ്യറിക്ക് സ്വന്തമായിട്ട് ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. ഇനി ബൈക്യാമറലിസം എന്ന് പറയുമ്പോൾ തന്നെ എന്താ, രണ്ട്. ഓക്കെ, യൂണിയൻ ലെവലിൽ എന്തുണ്ട്, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. അതായത് രണ്ട് ഹൗസസ് ഉണ്ട്. ഏതൊക്കെയാണ്, ലോക്സഭയും അതിനെ ലോവർ ഹൗസ് എന്നും രാജ്യസഭ അതേപോലെ അപ്പർ ഹൗസ് എന്നും പറയുന്നു. ഇതിനെ എന്തെന്ന് പറയാം, ഈ ഒരു സ്ട്രക്ചറിനെ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഫീച്ചർ ആണെന്ന് പറയാം. ഇനി നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അല്ലെങ്കിൽ യൂണിറ്ററി ഫീച്ചേഴ്സ്, അതായത് എല്ലാം ഒന്നാണ് എന്നുള്ളതിനെ വാദിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, സ്ട്രോങ് സെന്റർ. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താണ്, സെൻട്രൽ സ്ട്രോങ് ആണ്. നമുക്ക് എല്ലാവർക്കും സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. കേരളത്തിന് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആന്ധ്രയ്ക്ക് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഇല്ല. ഇന്ത്യക്ക് ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അമേരിക്ക പോലെയല്ല നമുക്കിപ്പോൾ ഞാൻ കേരളത്തിലാണ്, കേരളീയനാണ് എന്നുള്ളതിന് എനിക്ക് വേറെ തെളിവില്ല. മൊത്തത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മളൊരു ഇന്ത്യൻ ആണെന്നാണ് പറയുന്നത്. സോ സിംഗിൾ സിറ്റിസൺഷിപ്പ്. അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്ലെക്സിബിലിറ്റി, അതായത് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പോൾ ഹൈക്കോർട്ട് അതേപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോർട്ടിന്റെ കീഴിൽ കുറേ സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഭയങ്കര ഇൻ്റഗ്രേറ്റഡ് ആണ്. കാരണം മുകളിൽ ഇപ്പോൾ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു ലോ പാസ്സാക്കിയാൽ അത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാ കോർട്സും അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയാം. പക്ഷേ ഹൈക്കോർട്ട് ആകുമ്പോൾ സ്റ്റേറ്റ് ലെവൽ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന ഹൈക്കോർട്ട് ആണെങ്കിൽ പോലും സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞാൽ അത് എല്ലാ കോർട്സിനും ബാധകമാണ്. ഓക്കെ, ഇനി അപ്പോയിൻമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ സെൻറ്റർ ആണ് ഓരോ സ്റ്റേറ്റിന്റെ ഗവർണറിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓൾ ഇന്ത്യ സർവീസസ്, അതേപോലെ തന്നെ എമർജൻസി പ്രൊവിഷൻസ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് യൂണിറ്ററി ഫീച്ചേഴ്സിന് എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫെഡറേഷൻ, ദ ടേം ഫെഡറേഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറേഷൻ എന്ന് പറയുന്ന ടേമിനെ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല. മറിച്ച് ആർട്ടിക്കിൾ 1 ഇന്ത്യനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് കുറേ അധികം സ്റ്റേറ്റ്സിന്റെ ഒരു യൂണിയനാണ്, ഒരു കൂട്ടായ്മയാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ സ്റ്റേറ്റുകളും കൂടി ഒപ്പുവെച്ച, അതായത് ഞങ്ങളെല്ലാം ഇങ്ങനെ ഒത്തൊരുമയായിട്ട് നിന്നോളാന്ന് പറഞ്ഞ് ഒപ്പുവെച്ച ഒരു എഗ്രിമെന്റിന്റെ റിസൾട്ട് അല്ല ഇന്ത്യൻ സ്റ്റേറ്റിന്റെ യൂണിയൻ എന്ന് പറയുന്നത്. അത് എന്തു തന്നെയാണ്, അത് അവരുടെ ഒരു സ്പിരിറ്റ് ആണ്. ഓക്കെ, അതൊരിക്കലും ഒരു എഗ്രിമെന്റ് വെച്ച് ഒപ്പിട്ടിട്ടല്ല ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിലെന്തൂടെ പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റിനും അതിൽ നിന്ന് സ്വയമേ വിട്ടുമാറാനായിട്ട്, ആ ഒരു കൂട്ടായ്മയിൽ നിന്നും തന്നെ വിട്ടുമാറാനായിട്ട് അവകാശവുമില്ല, അധികാരവുമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പല പേരുകളിലാണ് ഓരോ സ്കോളേഴ്സും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. KC വെയർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫെഡറൽ ഇൻ ഫോം, കണ്ടാൽ ഒരു ഫെഡറൽ ഫോം ആണ്. അതായത് പല സ്റ്റേറ്റുകളും ഇങ്ങനെ സ്റ്റേറ്റ് വേറെ സെൻട്രൽ വേറെയാണ്.
പക്ഷെ യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം, ക്വാസി ഫെഡറൽ, ഹാഫ് ഫെഡറൽ എന്ന് പറയാം. ഓക്കെ, അതേപോലെ ബാർഗെയിനിങ് ഫെഡറലിസം എന്നാണ് മോറിസ് ജോൺസ് പറഞ്ഞിരിക്കുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി, ഫെഡറേഷൻ ആണ് പക്ഷെ കൂടുതലായിട്ടും സെൻട്രൽ പവർ ആണ് എന്ന് അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഐവർ ജെന്നിങ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ഫീച്ചർ ആണ്. കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെ കീഴിൽ എക്സ്ട്രാ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ക്ലാസ് ഇച്ചിരി ലെന്തിയാണ്. ഓക്കെ, അപ്പം ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് കാണേണ്ടവർക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഞങ്ങൾക്ക് ഓരോ പോയിന്റ്സും നമുക്കിതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്വസ്റ്റ്യൻസുകളിലൊക്കെ ഒരുപാട് സ്പെസിഫിക് ആയിട്ട് ഓരോ ലൈനും ഓരോരോ അർത്ഥമാണ്, ഓരോരോ മീനിങ് ആണ് കോൺസ്റ്റിറ്റ്യൂഷന് നൽകുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കി പോകുമ്പോഴത്തേക്കും പഠിച്ചു പോകുമ്പോൾ അതനുസരിച്ച് പഠിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. പാർലമെൻ്ററി സിസ്റ്റം ഒപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റമാണ്. നമ്മൾ അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന് പകരം കൂടുതലായിട്ടും ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വന്നിട്ട് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ, അതുപോലെ കോർഡിനേഷൻ ബിറ്റ്വീൻ ആരൊക്കെ, ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ്, അവർ തമ്മിലുള്ളൊരു കോപ്പറേഷനും കോർഡിനേഷൻ്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്. അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആകട്ടെ രണ്ടും സെപ്പറേറ്റഡ് ആണ്. അതായത് അപ്പോൾ അവിടെ സെൻട്രലും ഫെഡറലും, സ്റ്റേറ്റും സെൻട്രലും സെപ്പറേറ്റ് ആണ്. പക്ഷെ നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഫോളോ ചെയ്യുന്നത് എന്താണ്, രണ്ടും തമ്മിലൊരു കോപ്പറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ടിവിറ്റി അല്ലെ ഒരു കോർഡിനേഷൻ ഉള്ള ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ വന്നിട്ട് പല കൾച്ചേഴ്സും ഡൈവേഴ്സിറ്റിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റമാണ്. ഓക്കെ, ദ പാർലമെന്ററി സിസ്റ്റത്തെ എന്തുകൂടെ പറയും, വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് പാർലമെന്റ് എവിടെയായിരുന്നു, ലണ്ടനിലുള്ള ഒരു പ്ലേസിലായിരുന്നു. അതിനെ പ്രത്യേകത തന്നെ എന്താണ്, റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ്. അതായത് എക്സിക്യൂട്ടീവ് എന്തായിരിക്കും, ഓൾവേസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ ആയിരിക്കും. അതേപോലെ ഒരു ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയുന്നു, വെസ്റ്റ് മിനിസ്റ്റർ എന്നും ഇതിനെ വിളിക്കുന്നു. ഓക്കെ, ഇനി ഈ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ എന്തുണ്ട്, നോമിനൽ എക്സിക്യൂട്ടീവും ഉണ്ട്, റിയൽ എക്സിക്യൂട്ടീവും ഉണ്ട്. നമ്മുടെ ഇവിടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും പോലെ. അതേപോലെ മെജോറിറ്റി പാർട്ടിയാണ്, എലക്ട് ചെയ്ത് ഏറ്റവും അധികം വോട്ട് ചെയ്ത പാർട്ടി ആയിരിക്കും ഭരിക്കുന്നത്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, മെജോറിറ്റി പാർട്ടി റൂൾ ആണ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ്, എക്സിക്യൂട്ടീവ് ഈസ് ഓൾവേസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഇൻ ലെജിസ്ലേച്ചർ. ഓക്കെ, ലെജിസ്ലേച്ചറിൽ മിനിസ്റ്റേഴ്സിന് മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിന്റെയും ചീഫ് മിനിസ്റ്ററുടെയും ലീഡർഷിപ്പ്. അതേപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ ലോവർ ഹൗസ്. ഈ ഉള്ള കാര്യങ്ങളൊക്കെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഫീച്ചറാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ പാർലമെന്റും ഞാൻ പറഞ്ഞു, ഇന്ത്യൻ പാർലമെന്റും ബ്രിട്ടീഷ് പാർലമെന്റും തമ്മിൽ നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്ററി ഫീച്ചറാണ് ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിലും ചില വ്യത്യാസമുണ്ട്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് എന്താണ്, ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓരോ അധികാരങ്ങളും അധികാര പരിധികളെയും എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഫോളോ ചെയ്യുന്ന എന്താണ്, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവരവരുടെ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂസ് അതുപോലെ ജുഡീഷ്യൽ ഡിസിഷൻ അനുസരിച്ചൊക്കെ ആയിരിക്കും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടേൺ ആണ്. ഇനി സോവറിനിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, പരമാധികാരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, കോൺസ്റ്റിറ്റ്യൂഷൻ സൂപ്രമസി. ആർക്കാണ് പരമാധികാരം കൂടുതൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു നിയമം പാസ്സാക്കുമ്പോൾ അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകും. പക്ഷേ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആർക്കാണ്, പാർലമെന്ററി സോവറിനിറ്റി ആണ്. അതായത് ഇപ്പം കോടതിക്ക് ഒരിക്കലും ഇവരുടെ ലോയെ, ഇവർ പാസ്സാക്കുന്ന ഒരു നിയമത്തെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല, അല്ലെങ്കിൽ അതിനെ ഓവർ റൂൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ബൈക്യാമറൽ ആണ്. ബൈക്യാമറൽ എന്ന് പറയുമ്പോൾ രണ്ടുണ്ട്, എന്തൊക്കെ, ലോക്സഭ ലോവർ ഹൗസും അതേപോലെ രാജ്യസഭ അപ്പർ ഹൗസും. ഓക്കെ, ഇവിടെയും ബ്രിട്ടീഷ് പാർലമെന്റും ബൈക്യാമറൽ ആണ്. അതിൽ ലോവർ ഹൗസ് എന്ന് പറയുമ്പോൾ ഹൗസ് ഓഫ് കോമൺസും അതേപോലെ തന്നെ ഹൗസ് ഓഫ് ലോർഡ്സ് അപ്പർ ഹൗസ്. ഓക്കെ, ഇനി
ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ തന്നെ ലാർജ്ലി സെറിമോണിയൽ. ബ്രിട്ടീഷ് പാർലമെന്റിലാണെങ്കിൽ ആരായിരിക്കും? ഹെറിഡിറ്ററി ആണ്, മൊണാർക്കാണ് ഹെഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാർലമെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും സെറിമോണിയൽ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്? പ്രൈം മിനിസ്റ്റർ ആണ്. ഇവിടെയും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഓക്കെ, പക്ഷെ പ്രൈം മിനിസ്റ്ററെക്കാളും കൂടുതൽ അധികാരം ആർക്കായിരിക്കും? മൊണാർക്കിക്കായിരിക്കും. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റും ബ്രിട്ടീഷ് പാർലമെന്റും ഡിഫറൻസ് ഉള്ളതുപോലെ തന്നെ ചില സിമിലാരിറ്റീസും ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അത് തന്നെ ഒരു സിമിലാരിറ്റി ആണ്. കാരണം എക്സിക്യൂട്ടീവ് ഈസ് ഡ്രോൺ ഫ്രം ദി ലെജിസ്ലേച്ചർ ആൻഡ് അക്കൗണ്ടബിൾ ടു ഇറ്റ്. എക്സിക്യൂട്ടീവ് എവിടെ നിന്നാണ് വരുന്നത്? ലെജിസ്ലേച്ചറിനാണ്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ആർക്ക് അക്കൗണ്ടബിൾ ആയിരിക്കും? ഈ ലെജിസ്ലേറ്ററിനോട് അക്കൗണ്ടബിൾ ആയിരിക്കും. കാരണം ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പീപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്ത എലക്റ്റഡ് മെമ്പേഴ്സിനെയാണ് അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? എക്സിക്യൂട്ടീവ് ഈസ് ഓൾവേസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ ആണ്. ഓക്കെ, ഇനി ബൈക്യാമറൽ സ്ട്രക്ചർ ആണ്. രണ്ട് ഹൗസസിന് എന്തുണ്ട്? എൻഷുർ ചെക്സ് ആൻഡ് ബാലൻസസ് എന്തുണ്ട്? ലോവർ ഹൗസും അപ്പർ ഹൗസും ഉണ്ട്. പ്രൈം മിനിസ്റ്റർ എന്താണ്? റിയൽ എക്സിക്യൂട്ടീവ്. രണ്ടിടത്തും പ്രൈം മിനിസ്റ്റർ ആണ് ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്നത്. അതിന്റെ അധികാര രീതിയിലേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻ അവറും ഡിബേറ്റ്സും രണ്ട് പാർലമെന്റിലും ഉണ്ട്. ഇനി പാർട്ടി സിസ്റ്റം ഡോമിനേറ്റഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടി വിത്ത് മെജോറിറ്റി റൂൾ. അതേപോലെ ഒപ്പോസിഷൻ റൂളും രണ്ടിടത്തും ഉണ്ട്. ഇനി നെക്സ്റ്റ് ഫീച്ചർ ആണ് സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി. അതായത് പാർലമെന്റിനാണോ ജുഡീഷ്യലിനാണോ കൂടുതൽ അധികാരം എന്ന് ചോദിച്ചാൽ രണ്ടിന്റെയും സിന്തസിസ് ആണ് എന്നാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യം ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. എന്താണ് സോവറിനിറ്റി? ഓക്കെ, സോവറിനിറ്റി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ തന്നെ ജുഡീഷ്യൽ സുപ്രമസിയും സെപ്പറേറ്റ് ആയിട്ടും നോക്കാം. ഓക്കെ, പാർലമെന്ററി സോവറിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ദ ഡോക്ട്രൈൻ ഓഫ് സോവറിനിറ്റി കൂടുതലായിട്ടും അസോസിയേറ്റ് ചെയ്യുന്ന ആരായിട്ടാണ്? ബ്രിട്ടീഷ് പാർലമെന്റും ആയിട്ടാണ്. അതേപോലെ ജുഡീഷ്യൽ സുപ്രമസി ഫോളോ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി ഇതിൽ തമ്മിലുള്ള വ്യത്യാസം പാർലമെന്റിനെ നമ്മൾ നോക്കി അല്ലേ. അപ്പൊ ജുഡീഷ്യൽ സുപ്രമസിയിലെ വ്യത്യാസം എന്താ വെച്ചാൽ, ഈ ജുഡീഷ്യൽ റിവ്യൂ അതായത് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു നിയമം പാസ്സാക്കുന്നു. ആ നിയമം കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫീച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണോ വയലേറ്റ് ചെയ്യുന്നതാണോ എന്ന് അതിനെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് അതിനെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്നതാണ് ഈ ജുഡീഷ്യൽ റിവ്യൂവിന്റെ പവർ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ വോയിഡ് ആയിട്ട് ജുഡീഷ്യറിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പാർലമെന്റിന്റെ ആ ഒരു ഫീച്ചർ ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഈ ഡോക്ടർ ഓഫ് സോവറിനിറ്റി, പരമാധികാരം എന്നുള്ളത് വന്നത്. പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. അവിടെ പരമാധികാരം ആർക്കാണ്? മൊണാർക്കിക്കാണ്. പക്ഷെ ഇന്ത്യയിൽ മൊണാർക്കിക്കല്ല, കോൺസ്റ്റിറ്റ്യൂഷനാണ് പരമാധികാരം. ഓക്കെ, ഇനി ജുഡീഷ്യൽ റിവ്യൂവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സുപ്രീം കോർട്ടിന് എന്താണ്? US-നെക്കാട്ടിലും നാരോവർ ആണ്. നമുക്കറിയാം, നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ഒരു ഫീച്ചർ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് US-നെക്കാട്ടിലും നാരോവർ ആണ്, ചെറുതാണ്. അതായത് അതിന്റെ ഒരു ഫീച്ചർ ചെറുതാണ് സുപ്രീം കോടതി ഇന്ത്യ ഫോളോ ചെയ്യുന്ന ജുഡീഷ്യൽ റിവ്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്? ഡ്യൂ പ്രോസസ് ഓഫ് ലോ അതേപോലെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡ്യൂ പ്രോസസ് ഓഫ് ലോയും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും പറഞ്ഞായിരുന്നു. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്, എന്തോ ഒരു പ്രൊസീജിയർ. ആ പ്രൊസീജിയറിനനുസരിച്ചായിരിക്കും എന്ത് പോകുന്നത്? ആ ലോയിൽ നിയമത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ഒരു ശിക്ഷാവിധിയോ എന്തെങ്കിലും ഒരു കാര്യം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നത് വാസ്റ്റ് ആണ്. ആ വ്യക്തി എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാനിടയായിട്ടുള്ള ഒരു സാഹചര്യം നോക്കി അതിനെ മനസ്സിലാക്കി ഫെയർ ആയിട്ടായിരിക്കും അവിടെ ശിക്ഷ വിധിക്കുന്നത്. ഓക്കെ, അതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോയും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും. അപ്പോൾ അമേരിക്കയിൽ എന്താണ്? ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ വന്നിട്ട് എന്താണ്? നാരോ സ്കോപ്പാണ് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം? ഇന്ത്യ ഫോളോസ് എ സിന്തസിസ് ഓഫ് ബോത്ത് വിച്ച് മീൻസ്, അതായത്
സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ജുഡീഷ്യൽ റിവ്യൂ വഴി ഡിക്ലെയർ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ പ്രൊവിഷൻസ് ഒക്കെ പാർലമെന്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അമെൻഡ് ചെയ്യാനും പറ്റും. ഇതാണ് സിന്തസിസ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി എന്ന് പറയുന്നത്. പാർലമെന്റിനും പരമാധികാരം ഉണ്ട്. അവിടെ പാർലമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിയമത്തിൽ മാറ്റം വരുത്താം. അതേപോലെ തന്നെ ആ നിയമത്തിൽ മാറ്റം വരുത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് അത് വയലേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയ ആ നിയമത്തെ വോയിഡായിട്ടും ആർക്ക് പ്രഖ്യാപിക്കാം? സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി സോവറിനിറ്റിയും ജുഡീഷ്യൽ സുപ്രമസിയുടെയും രണ്ടും സിന്തസിസ് ആണ്. ജുഡീഷ്യൽ സുപ്രമസി നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെങ്കിലും അമേരിക്കയിലുള്ളതിനെക്കാട്ടിലും നാരോ ആണ് നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂവിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. 7th വന്നിട്ട് ഇന്റഗ്രേറ്റഡ് അതേപോലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുക. എന്താണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി അതേപോലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്, സ്വതന്ത്രമാണ്. അതേപോലെ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റഡ് ആണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ദ കൺട്രി എന്ന് പറയുമ്പം ഏറ്റവും മുകളിൽ ആരുണ്ട്? സുപ്രീം കോടതി ഉണ്ട്. അതിന് താഴെ എന്തുണ്ട്? ഹൈക്കോടതി ഉണ്ട്. അതിന് താഴെ എന്തുണ്ട്? സബോർഡിനേറ്റ് കോർട്സ്, അതായത് ഡിസ്ട്രിക്ട് കോർട്സും അതേപോലെ മറ്റു കോടതികളും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തെന്ന് നമുക്ക് പറയാം? നമ്മുടെ ഒരു ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ആണെന്നും പറയാം. ഓക്കെ, ഇനി സിംഗിൾ സിസ്റ്റം എൻഫോഴ്സസ് ബോത്ത് സെൻട്രൽ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലോസ്. അതായത് ഒരു സിംഗിൾ സിസ്റ്റം ആയിരിക്കും, സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ ഒരു ഒറ്റ നിയമമായിരിക്കും ഫോളോ ചെയ്യുന്നത്. ചില പ്രൊവിഷൻസിലൊക്കെ മാറ്റം വരുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം? ഇന്റഗ്രേറ്റഡുമാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയുമാണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് 8th വരുന്നതാണ്. ഇത് നമ്മൾ ഡീറ്റെയിലി നോക്കുന്നതുകൊണ്ടാണ് അധികം ഇതിലൊന്നും ആഡ് ചെയ്യാത്തുള്ളത്. ഓക്കെ, 8th വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. DPSP എന്ന് പറയുമ്പോഴത്തേക്കും ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ. DPSP എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു ജനത്തിന്റെ അല്ലെങ്കിൽ അതായത് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് സോഷ്യൽ ആയിക്കോട്ടെ, സോഷ്യൽ വെൽഫെയർ ആയിക്കോട്ടെ, എക്കണോമിക് വെൽഫെയർ ആയിക്കോട്ടെ, അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് DPSPയിൽ പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിറ്റിസൺസിന് കുറേ കടമകൾ എന്തുണ്ട്? സ്വന്തം രാജ്യത്തോടുണ്ട്. അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ വരുന്നത്. സെക്യുലർ സ്റ്റേറ്റ് ആണ് 11th ഫീച്ചർ. സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ എന്നാണ് സെക്യുലർ സ്റ്റേറ്റിന്റെ മീനിങ് തന്നെ. ഇവിടെ ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്നത് പറയുമ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ്. അതായത് എന്താണ്? സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് വേറെ റിലീജിയൻ വേറെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതായത് റിലീജിയനിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സ്റ്റേറ്റ് ഇടപെടത്തില്ല, സ്റ്റേറ്റിന്റെ കാര്യത്തിൽ റിലീജിയസ് ഇടപെടത്തില്ല. അങ്ങനെ സ്ട്രിക്റ്റ് സെപ്പറേഷൻ. ഇതാണ് എവിടെ ഫോളോ ചെയ്യുന്നത്? വെസ്റ്റേൺ കൺട്രീസിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ എന്താണ്? സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുമ്പം നമ്മളൊരു പോസിറ്റീവ് കൺസെപ്റ്റിലാണ് അത് എടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിലീജിയനെയും പർട്ടിക്കുലർലി എന്ത് ചെയ്യുന്നില്ല? അപ്ലിഫ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നില്ല. എല്ലാ റിലീജിയനെയും ഒരുപോലെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ റിലീജിയൻസ് അഫയേഴ്സിനെ കൊണ്ടുവരാതെ, ഒരു റിലീജിയനെയും പ്രത്യേക പരിഗണന കൊടുത്ത് കൊണ്ടുവരാതെ എല്ലാ റിലീജിയനെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയാം? സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറയാം. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ഈ ഒരു സെക്യുലർ എന്നുള്ളൊരു ടേം പ്രിയാമ്പിൾ ഭാഗത്ത് നോക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ഒരു യുണീക്ക് മോഡലാണ്. എന്തിനെ ബേസ് ചെയ്ത്? കൾച്ചറൽ വാല്യൂസിനെ ബേസ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അതായത് എന്തെന്ന് പറഞ്ഞാൽ വോട്ടിംഗ് സിസ്റ്റം, അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം, ദ റൈറ്റ് ടു വോട്ട്. ഓക്കെ, എവരി സിറ്റിസൺ, എല്ലാ സിറ്റിസണും 18 വയസ്സിന് താഴെ അല്ലാത്ത എല്ലാ ആൾക്കാർക്കും കാസ്റ്റോ സെക്സോ റിലീജിയനോ റേസോ ലിറ്ററസിയോ വെൽത്തോ അതുപോലെ ഒന്നിന്റെ പേരിലും വേർവ്യത്യാസമില്ലാതെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി ആദ്യം ഈ വോട്ടിന്റെ ഏജ് 21 വയസ്സായിരുന്നു.
അതിനെ 1989 61ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1988 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടോട് കൂടി 1989 മുതൽ എന്താക്കി 21 നിന്നും 18 വയസ്സായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റ് ഫീച്ചേഴ്സ് ആണ്, സൈലന്റ് ഫീച്ചേഴ്സ് ആണ്. എന്താണ്? നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, ഫെഡറൽ ആണെങ്കിലും സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, ഇൻഡിപെൻഡന്റ് ബോഡീസ് ഉണ്ട്. അതായത് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പോലെയൊക്കെ ഇപ്പം അവർക്കൊക്കെ വോട്ടിംഗ് ഇലക്ഷൻ വരുമ്പം ഫ്രീ ആയിട്ട്, അതായത് വേറൊരു ബയാസ്നെസ്സോ അല്ലെങ്കിൽ വേറൊരു ഡിപ്പെൻഡൻസിയോ ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാനും അതേപോലെ തന്നെ ഇലക്ഷൻ ഫെയർ ആക്കാനും ജസ്റ്റൈസബിൾ ആക്കാനും ഒക്കെ ആയിട്ട് ഇൻഡിപെൻഡന്റ് ബോഡീസ് അതുപോലെ ഉണ്ട്. അതേപോലെ എമർജൻസി പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫീച്ചറാണ്. അതേപോലെ 3 ടയർ ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിൽ. അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളൊരു പ്രൊവിഷനും കൂടെ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതൊരു ഫോം ചെയ്യുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പൊളിറ്റിയുടെ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ് വരുന്നവരെ ഓക്കെ, താങ്ക് യു.